ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോണ ഇടയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, തമ്പനിയിൽ കണ്ടപ്പോൾ അല്ലേ. ഇന്ന് ഉണ്ണിച്ചൻ്റെയും റീനമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. എത്ര പെട്ടെന്ന് ഒരു വർഷം പോയത് അല്ലേ. നമ്മുടെ വളകാപ്പിൻ്റെ സെയിം ഡേയിൽ തന്നെയായിരുന്നു അവരുടെ ആനിവേഴ്സറി കേട്ടോ. അപ്പം നമ്മൾ വളകാപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാനൊന്നൊരു സമയം കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്കൊരു ഈവനിങ് അല്ല, ഒരു 7-7:30 ഞങ്ങൾ ഇറങ്ങുമ്പം നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പം ഇവർ കട്ടയും കല്യാണിയും കൂടെ അവർക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻസുലിൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞാനും ശരി ഇവിടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണിയച്ഛനും റീനമ്മയും പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ഉണ്ണിയച്ഛൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും പിള്ളേരും പിന്നെ വേറെ സിസ്റ്ററും മോളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ നമ്മുടെ പുതിയ വീട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഈ പോണത്. അച്ഛനും അമ്മയും, അതായത് പാച്ചച്ഛനും ഉഷമ്മയും അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവരവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് മുങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കേക്കും കൂടെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് പോയതായിരുന്നേ. ഇതാണ് നമ്മുടെ ഉണ്ണിയച്ഛൻ്റെ സിസ്റ്റർ ഉഷാൻറ്റി, പിന്നെ വേണുമാമനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ഫുഡൊക്കെ എന്തോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉഷമ്മയും പാച്ചനും ചായ കുടിക്കുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ടുള്ള വർത്തമാനത്തിലാണ്. അപ്പോൾ അവിടെ പോയി എല്ലാവരുടെ അടുത്തൊന്ന് ഒപ്പ് വെച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തത്. എനിക്ക് വളകാപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല സൈഡായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഐഷ്ണി, അതുപോലെ ഇത് ലക്ഷ്മി ഉഷാൻറ്റിൻ്റെ മോളാണ്. ഐഷ്ണി എന്ന് വെച്ചാൽ ഇന്ദു ആൻറ്റിൻ്റെ മോളാണ്. ഇന്ദു ആൻറ്റിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഇന്ദു ആൻറ്റിയും കൂടെ ഉണ്ടാവുമായിരുന്നു നമ്മുടെ ഈ വ്ളോഗിലൊക്കെ. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ റൂമിലിരിക്കുകയാണ്. ഹെയ്സു പുതിയ സ്ഥലത്തെത്തിയതിനൊരു സന്തോഷത്തിലാണ് കേട്ടോ, ഫുള്ള് തുള്ളി മറിഞ്ഞ് കളിയിലാണ്. 50 തികയാത്ത വേണുമാമൻ ഞാൻ പ്രത്യേകം പറയാം. പക്ഷെ ഇതൊക്കെ എന്തിനു പറയാണെന്ന് അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറയാം, റീനമ്മ ഉണ്ണിയച്ഛൻ ആനിവേഴ്സറി ഒക്കെ കാക്ക പാറി പോകുന്ന പോലെ ഉണ്ടല്ലോ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷേ അടിപൊളി കേക്കായിരുന്നു. നമ്മൾ സെയ്ക്ക ബേക്സ് എന്നാണ് കേട്ടോ, കെട്ടാങ്ങളുള്ള സെയ്ക്ക ബേക്സ്. ഓൾവേസ് നമ്മൾ അവിടെ നിന്നാണ് അധികവും വാങ്ങിക്കാറ്, അല്ലെങ്കിൽ കൊടുവള്ളിയിലെ കഫേ അൽബാസിയോ, ഈ 2 സ്ഥലത്തു നിന്നാണ് നമ്മൾ അധികവും കേക്ക് വാങ്ങിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിതാ കേക്ക് കട്ടിങ്ങിലേക്ക് ഇറങ്ങുകയാണ്. ഒരുത്തൻ കഷ്ടപ്പെട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊണ്ടുവന്നതാണ്, പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പണി പാളിപ്പോയി. അപ്പോൾ ഇതാ വീണ്ടും പോവുകയാണ്. വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ, നമ്മൾ മാത്രമുള്ള ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് മാത്രമാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വളകാപ്പിൻ്റെ സമയത്ത് നമുക്ക് അവിടെ നിന്ന് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാമെന്ന്. പക്ഷേ അമ്മ പറഞ്ഞു വേണ്ട, എല്ലാവരും ഉള്ളതല്ല, അങ്ങനെ വേണ്ട, നമുക്ക് രാത്രി ചെറുതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് കഴിക്കാം അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെയാക്കിയത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യട്ടെ. അല്ല, നമ്മളെല്ലാവരും കൂടെ ഇല്ല, അവർ രണ്ടുപേരും കൂടെ കേക്ക് കട്ടിയിട്ട് നമുക്ക് നോക്കി നിൽക്കാം. അപ്പോഴത്തേക്ക് അല്ലും തുമ്പിപ്പോയി. അത് ആരെ പരിപാടിയാണെങ്കിലും കേക്ക് കട്ടിയുന്നത് നമ്മളായിരിക്കും എന്നുള്ള മട്ടിലാണ് അല്ലും തുമ്പി കേട്ടോ. പിന്നെ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെയായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാനത് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അമ്മ എന്തൊരൊച്ചപ്പാടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവർ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് എല്ലാവർക്കും കേക്ക് കഴിക്കാം. നമുക്കല്ല, അവർക്ക്. എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, ഈ ഒരു ഒടുക്കത്തെ ഷുഗർ കാരണം മനുഷ്യനൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം ഷുഗർ കട്ട് ചെയ്ത് തീരെ എനിക്ക് ഷുഗർ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഷുഗർ ഇപ്പം തീരെ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഹെവി മധുരമാണ്. അപ്പം പക്ഷേ അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ അത്യാവശ്യം നന്നായിട്ടത് മെലിഞ്ഞത്. എന്നെ വളകാപ്പിന് കണ്ടപ്പോൾ എല്ലാവരും അതാ പറഞ്ഞത്, അയ്യോ ദൃശ്യ നീ ഭയങ്കര മെലിഞ്ഞു പോയി. മുഖമൊക്കെ കുഞ്ഞു മുഖമായി, കൈയൊക്കെ മൊത്തത്തിൽ ഞാനങ്ങ് മെലിഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അത് തന്നെ പറഞ്ഞത് നല്ലോണം മെലിഞ്ഞു പോയിട്ടുണ്ടെന്ന്. മേ ബി ഷുഗർ കട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തോളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതായത് ആഫ്റ്റർ ഡെലിവറി ഓവർ തടിക്കാൻ നിൽക്കണ്ട, ഷുഗർ കട്ട് തന്നെ ചെയ്തോന്ന്. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. കൺമുമ്പിൽ ഇഷ്ടമുള്ള സാധനമൊക്കെ കണ്ടിട്ട് തിന്നാൻ പറ്റാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. കുഞ്ഞിനെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനത് കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത്. എനിക്കാണ്, അതായത് കുഞ്ഞിനതൊന്നും ബാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുത്ത് കഴിച്ചേനെ. പിന്നെ ഇങ്ങനെ ഓവർ മധുരമുള്ള സാധനത്തിനോട് ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റേ പോയിട്ടുണ്ട്. എന്നാലും ചില സമയം എനിക്ക് തോന്നും അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ. അങ്ങ് കൺട്രോൾ ചെയ്യുക, അത്രയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും കേക്ക് കട്ടിങ് നമ്മൾ ഒരു കുഞ്ഞു രീതിയിൽ അടിപൊളിയാക്കി നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്ക് അമ്മ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണേ. കട്ടയും കല്യാണി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒരിക്കലും അമ്മയും ഉണ്ണീശനും പ്രതീക്ഷിക്കുകയേ ഉണ്ടാവില്ല. കാരണം അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞിട്ട് എന്തിനാണ് ഇവിടുത്തെ സർപ്രൈസ് കളയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. കാരണം നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹത്തിന്, അതായത് നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ്, പക്ഷേ നിങ്ങൾ
ഒരു എന്താ പറയുക, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വളകാപ്പിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നമുക്ക് തന്ന ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ ഇതാ കല്യാണിയും കട്ടയും ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ ഓരോരുത്തരായി വന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. വരൂ വരൂ എന്ന് ഞാൻ സേട്ടനെ വിളിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഒന്നുമില്ല, ഉണ്ണിയച്ഛനൊരു ഷർട്ടും അമ്മയ്ക്കൊരു ചുരിദാർ സെറ്റ്, ഒരു എന്താ പറയുക കോഡ് സെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൊടുത്തു. അന്ന് സൂര്യ സിൽക്സിൽ കയറിയില്ലേ, അപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇനി ഇവർ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ മുറിഞ്ഞ ഗിഫ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ പറയുക, ഞാൻ ഫോട്ടോ എടുത്തില്ല, ഒന്നുകൂടെ കൊടുക്കുന്ന പോലെ എടുക്കുന്ന അശ്വിനി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധം മടിയില്ല കേട്ടോ. വീഡിയോ കിട്ടിയില്ല എന്ന് കണ്ടല്ലേ, ഫോട്ടോ കിട്ടിയില്ല കണ്ടാൽ നമ്മൾ എത്ര വേണമെങ്കിലും പോസ്റ്റ് ചെയ്യും, നമ്മളല്ലേ ആൾക്കാർ. പിന്നെ ഇതാ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റും കൊണ്ട് വരുവാണ്. ഒരുപാട് കാലം സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ അല്ലേ. അപ്പം എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മമ്മയുടെ വകയുള്ള ഗിഫ്റ്റ് ഇതാ അമ്മമ്മ കൊടുക്കാൻ വന്നിട്ടുണ്ട്. അമ്മച്ചൻ അവിടെ കിടക്കുകയാണ് കേട്ടോ. അന്നേരം അമ്മച്ചനെ എടുത്തില്ല, അമ്മച്ചന് ബുദ്ധിമുട്ടാക്കേണ്ട വെച്ചിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഉണ്ണിച്ചനെ എടുത്തുകൊണ്ട് വന്ന് കസേരയിൽ ഇരുത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയ്യോ കേക്ക് കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് എടുത്തുകൊണ്ട് വരായിരുന്നു എന്ന്. പിന്നെ അമ്മയുടെ വക ഉണ്ണിയച്ഛനൊരു ഗിഫ്റ്റാണ് കേട്ടോ. അതും ഒരു ഷർട്ടാണ്. പിന്നെ ഇത് ഐഷ്ണി, ഇന്ദു ആൻറ്റീൻ്റെ മോളാണ്. അപ്പം ഐഷ്ണിയുടെ വകയൊരു ഗിഫ്റ്റ്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലക്ഷ്മി, ഉഷാൻ്റെയും വേണുമാമനൊക്കെ കൂടെ കൊടുത്ത ഗിഫ്റ്റാണ്. ഉണ്ണിമോൻ ഉണ്ടായിരുന്നു. ഉണ്ണിമോന് ക്ലാസ് ഉള്ളതുകൊണ്ട് അവൻ വരാൻ പറ്റിയില്ല. ഉഷാൻ്റെക്ക് 2 മക്കളാട്ടോ, മൂത്തൊരു മോനുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയച്ഛൻ എന്താ ഇവിടുന്നോ പോയി ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. സർപ്രൈസ് ആയിരുന്നു, അമ്മ കണ്ടില്ല കേട്ടോ. അപ്പോൾ അത് ശരിക്കും ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയിട്ടോ. എന്നുവെച്ചാൽ അങ്ങനെ ഒരു സർപ്രൈസ് ഉള്ളത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ണിച്ചൻ അവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അങ്ങനെ സാധനം എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനും റിയലി ഹാപ്പി. അമ്മയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ ഇങ്ങനെ തന്നെ സന്തോഷമായിട്ട് അവരിയ്ക്കട്ടെ. അപ്പം നമുക്ക് എന്താണ് ഗിഫ്റ്റ് എന്ന് നോക്കാം ഗൈസ്. അമ്മയ്ക്ക് വൈശാഖേട്ടൻ ഇട്ട പേരാണ് കേട്ടോ, മലബാർ ഗോൾഡ്. പണ്ട് ഇട്ടിട്ടേ അങ്ങനെയാണ് കേട്ടോ പറയുക. എന്നുവെച്ചാൽ അമ്മയ്ക്ക് കിട്ടുന്ന ഓരോ രൂപയും കൂട്ടി വെച്ചിട്ട് അമ്മ ഗോൾഡ് വാങ്ങി സേവ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അമ്മയുടെ കല്യാണത്തിന് സമയത്ത് അമ്മ ഇട്ട ഗോൾഡ്, പലരുടെയും തെറ്റിദ്ധാരണയാണ് അതൊക്കെ ഓൾറെഡി വാങ്ങിച്ച്, മീൻസ് അമ്മയ്ക്ക് നമ്മൾ കൊടുത്ത ഗിഫ്റ്റാണോ, അങ്ങനെയൊക്കെ അല്ല. അമ്മ പണിയെടുത്തിട്ട് അതിന് മിച്ചം വരുന്ന ചിലവും കാര്യങ്ങളും കഴിഞ്ഞ് മിച്ചം വരുന്ന പൈസ കൂട്ടി വെച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചൊരു സേവിങ്സ് ആയിരുന്നു ഗോൾഡിൻ്റെ വളയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ വാങ്ങിക്കുന്ന ഗോൾഡ് അമ്മ ഇടും. അപ്പോൾ അങ്ങനെ ഇടുന്നതുകൊണ്ട് വൈശാഖേട്ടൻ അമ്മേനെ കളിയാക്കി വിളിക്കുന്ന വരുന്നത് മലബാർ ഗോൾഡ്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ണിയച്ഛൻ കൊടുത്ത ഗിഫ്റ്റും മലബാർ ഗോൾഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. മലബാർ ഗോൾഡിന് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയായിരുന്നു. സോ എനിക്ക് ഒരു സേവിങ്സ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായത് എൻ്റെ അമ്മ മണി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ. എനിക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് അമ്മ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ നമ്മുടെ ഫീസ് അടയ്ക്കാനും കാര്യങ്ങളൊക്കെ അമ്മ ഡീൽ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ അമ്മയുടെ സേവിങ്സ് ഒരു ചെറിയൊരു പൈസയാണെങ്കിൽ ചെറിയൊരു പൈസ അത് അമ്മ സേവ് ചെയ്ത് വെക്കുന്നൊരു സ്വഭാവം അമ്മയ്ക്കുണ്ടായിരുന്നു. ആ സ്വഭാവം ഞാൻ അതുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. എനിക്ക് വരുന്നൊരു വരുമാനത്തിൽ നിന്നൊരു ചിലവെടുത്ത് കഴിഞ്ഞാലും ഒരു സേവിങ്സ് അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വെച്ചിട്ട് അമ്മേനോട് ഒന്നുകൂടെ അൺബോക്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അമ്മ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഉണ്ണിയച്ഛൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്. ഇയർ ചെയിനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ടൊക്കെ അമ്മ കാതിലിങ്ങനെ ഇയർ ചെയിൻ ഇങ്ങനെ ഇടാറുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് പൊട്ടിയായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമാണത്. അമ്മ അടുത്തും കൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വാങ്ങിക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ഇടാതിരിക്കുമ്പോൾ എന്തോ പോലെയാണെന്ന്. അപ്പം അങ്ങനെ അതെന്നെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം. പിന്നെ അതാ ഉണ്ണിയച്ഛൻ അമ്മച്ചനെ എടുത്തിട്ട് അവിടെ കൊണ്ട് ഇരുത്തി കേട്ടോ കസേരയിൽ. അമ്മച്ചന് തീരെ വയ്യ. പക്ഷേ ഇപ്പോൾ അവിടെ വന്നതിന് ശേഷം കുറച്ചൊരു ഉഷാറായോ എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് അമ്മച്ചൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. ഞാൻ അമ്മച്ചൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ഇമോഷണൽ പേഴ്സണാണ് പണ്ട് തൊട്ടേ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കണക്ഷനാണ്. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മച്ചൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷേ പണ്ട് ഞാൻ എന്തും ഇപ്പോൾ ഇല വീണാലും അമ്മച്ചൻ്റെ അടുത്ത് പോയി പറയുന്നൊരു ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. കാരണം അമ്മച്ചൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഒരു എക്സ്ട്രീം വരെ ഞാൻ അത് ആരടുത്തും പറയില്ല. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ് പോയാൽ മാത്രമേ ഞാൻ അത് ഷെയർ ചെയ്യാറുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്യുന്ന കുറച്ച് വ്യക്തികളിൽ എൻ്റെ അമ്മച്ചനും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ അധികം അങ്ങനെ പറയാറില്ല. അമ്മച്ചൻ്റെ ഹെൽത്ത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഇതാണ് കട്ടയും കല്യാണം കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് കേട്ടോ. ഇതെന്താ സ്പെഷ്യൽ എന്ന് പറയുമോ, ഇന്നെടുത്ത ഫോട്ടോയാണ്. ലൈക്ക് എൻ്റെ വളകാപ്പിൻ്റെ സമയത്ത് എടുത്ത ഫോട്ടോയാണ്. അപ്പം തന്നെ വാങ്ങിച്ച് അത് ഫ്രെയിം ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അവർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഫോട്ടോ. ആൻഡ് അവരുടെ ഡ്രസ്സാണെങ്കിലൊക്കെ ആരൊക്കെ പറഞ്ഞായിരുന്നു അമ്മമാരുടെ സാരി കാണാനൊക്കെ നല്ല രസമുണ്ടെന്ന്. അപ്പം അങ്ങനെ അതെന്തായാലും ആ ഒരു ഫോട്ടോ ഫ്രെയിം നല്ല രസമുണ്ട്.
അതാണ്. അപ്പോൾ അതെന്തൊക്കെയോ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അമ്മച്ചൻ അവിടെ ഇരുന്നു. ഇങ്ങനെ ഫ്രെയിം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാണ് കേട്ടോ. നല്ല രസമല്ലേ, നമ്മുടെ ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് അല്ലേ. എല്ലാവരും നല്ല അഭിപ്രായമാണ് വളകാപ്പിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ അതാ ഗിഫ്റ്റ് അമ്മച്ചന് കാണിച്ചു കൊടുക്കാണ് കേട്ടോ അമ്മ. ഇന്ന് നമ്മൾ തിരിച്ച് അവിടേക്ക് വൈശാഖിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും കേട്ടോ. കാരണം എനിക്ക് ഇവിടെ റേഞ്ചിൻ്റെ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് എന്നെക്കൂടെ പറ്റുമെന്ന് എനിക്കറിയില്ല. വളകാപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സൈഡാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അശ്വിനി ഏടെ പോയാലും അശ്വിനിൻ്റെ ഡ്യൂട്ടിയിലാണ് ഗൈസ്. പാത്രം കഴുകുക എന്നുള്ളത് അവളുടെ ഒരു വീക്ക്നെസ് ആണ്. കട്ടേൻ്റെ ഏരിയ കുക്കിംഗ്. അവൾ വെസൽ വാഷിംഗ്, അവിടെ കുക്കിംഗ്. തുമ്പിക്ക് അല്ലുനൊന്നും ഇപ്പം നമ്മളെ വേണ്ട ഗൈസ്. അമ്മമ്മ വന്നതിന് ശേഷം അമ്മമ്മേൻ്റെയും അമ്മയുടെയും കൂടെ തന്നെ ഇപ്പം അതാ ഇവർ വന്നതിന് ശേഷം അവരുടെ കൂടെ തന്നെ കേട്ടോ. ഇതെന്താ ചെയ്യുന്നത് അറിയാം, കുഞ്ഞുവാവേനെ കിടത്തുന്ന പോലെ കിടത്താൻ പറയാണ് ലക്ഷ്മിയുടെ അടുത്ത്. അതായത് നമ്മൾ കുഞ്ഞുവാവകളെ കിടത്തൂലെ പൊതിഞ്ഞിട്ട്, അതുപോലെ കിടത്തി കൊടുക്കണം. എന്നിട്ട് ഇവൾ അമ്മേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാവ കളിക്കാൻ കേട്ടോ. അപ്പോൾ അച്ചച്ചൻ വന്ന് കുഞ്ഞാവേനെ കണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വാവ വരുമ്പോൾ എന്തൊക്കെ കോപ്രായങ്ങൾ നമ്മൾ കാണണം എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. എന്തായാലും ബേബി ബെഡൊക്കെ ഇവക്ക് തന്നെ വേണ്ടിയിരുന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവളെ കളിപ്പിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഇവക്കും ഭയങ്കര സന്തോഷമാണ്. ലക്ഷ്മിയാണെങ്കിലും ഐഷ്ണിയാണെങ്കിലും ഒക്കെ ഇവൾ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണേ. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിൽക്കുന്നില്ല, പോട്ടെ, കാരണം പരിപാടി കഴിഞ്ഞല്ലോ, അവിടെയും കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടേ പോകണുള്ളൂ കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ചെറിയതായിട്ടൊരു മഴയൊക്കെ കഴിഞ്ഞൊരു ആ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവരങ്ങോട്ടേക്ക് പോട്ടെ. കറണ്ടാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വന്നും കളിക്കുന്നതുകൊണ്ടേ അതും ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എന്താവും ചെറുതിനെയൊക്കെ കൊണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ. അച്ഛനാണെങ്കിൽ രാത്രി ഡ്യൂട്ടിക്കും പോകാനുണ്ടല്ലോ, അപ്പോൾ അധികം നേരം നിൽക്കാൻ അങ്ങനെ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് അവിടെ വലിയ ചേച്ചി ഇവിടെ കുഞ്ഞാവ അവിടെ ചേച്ചി അതാ കണ്ടത്, അതാ കളി. ചേച്ചിയാണ് ആ ചേച്ചി. ചേച്ചിയേ എന്റെയാ എടുത്തോ. അങ്ങനെ എല്ലാവരും പാടെ കുറച്ച് നേരം കൂടെ വർത്താനൊക്കെ പറഞ്ഞാൽ ഇരിക്കുകയാണ്. അവിടെ കാര്യമായിട്ടുള്ള കുക്കിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. തുമ്പി കുഞ്ഞാവ അതിനാണ് എണീക്കുന്നില്ല. കുഞ്ഞാവേൻ്റെ റോളിൽ തന്നെ ആ ഒരു ക്യാരക്ടർ കുഞ്ഞാവ വിടുന്നില്ല കേട്ടോ. ഹെയ്സു ആണെങ്കിൽ ഇതെന്തപ്പോൾ തുമ്പി ചേച്ചി ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ള മട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓളെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു സമാധാനം കിട്ടുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ഇവളും കൂടെ തുമ്പി ഇങ്ങനെ കിടക്കുന്നത് അറിയാം. ലക്ഷ്മി ചേച്ചി ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും തുമ്പിക്ക്. തുമ്പി പറയണ കഥകൾ എന്തൊക്കെ, അമ്മയുടെ അച്ഛൻ്റെയും വൈശാഖിൻ്റെ ദൃശ്യൻ്റെ കഥ പറ, അല്ലെങ്കിൽ റീനമ്മേൻ്റെ കഥ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കഥ ചോദിക്കുക. അപ്പോൾ അവൾ ഇങ്ങനെ ഉണ്ടാക്കി ഓരോ കഥ പറഞ്ഞു കൊടുക്കും. അത് കേട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ തന്നെ ആയിരിക്കും അല്ലും തുമ്പി അങ്ങോട്ടേക്ക് വരാത്തത്, കാരണം ഇവിടെ കളിപ്പിക്കാൻ കുറേ ആളുണ്ടല്ലോ. അങ്ങനെ അപ്പോഴത്തേക്ക് ഹേസുവിനെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ബാസ്ക്കറ്റിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്ത് എല്ലാവർക്കും ദാനം ചെയ്യുന്നുണ്ട് എൻ്റെ കുട്ടി. അങ്ങനെ ഞങ്ങൾ വേഗത ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. കട്ടയും കല്യാണിയും പിറ്റേന്ന് പുലർച്ചയ്ക്ക്, അതായത് നമ്മൾ വളകാപ്പ് കഴിഞ്ഞാൽ തൊട്ട് പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഗുരുവായൂർ, ചോറ്റാനിക്കര, പഴനി ഇവിടെ ഹേസുവിന് ചോറ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ടൈമില്ല, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകണം കേട്ടോ. അവർ 3 പേരുമാണ് പോകുന്നുള്ളൂ. മുത്തപ്പങ്കാവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അന്ന് അച്ഛനും കല്യാണിയുടെ അച്ഛനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം കട്ടക്കിന് പോകാനായി തുടങ്ങി. അപ്പോൾ മെയ് 22-ന് പോവാണ് കേട്ടോ. 21-ന് പോകും, 22-ന് അവിടെ റിപ്പോർട്ട് ചെയ്യണം. സോ ഗൈസ്, വാവേനെ കാണുന്നതിന് മുന്നേ പോകേണ്ട അവസ്ഥയാണ്. പിന്നെ ഇതാ അമ്മമ്മേൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ എനിക്ക് കൊതി തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു 2 ഉരുള ചോറ് അമ്മമ്മ വാരിത്തായോ എന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ വേഗം വാരി തരാണ് കേട്ടോ. അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ, നമ്മൾ അമ്മമാരൊക്കെ വാരി തരുന്നതിനും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ കുറേ കഴിച്ചും പോകും കേട്ടോ. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്തു ഗൈസ്. അതിൽ എനിക്ക് ഇനി അധികം വേണ്ട, എനിക്ക് ഷുഗറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ ബാക്കി ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. അങ്ങനെ അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് തുമ്പമ്മേനെ തീറ്റിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ കല്യാണി വേഗം അത് ഏറ്റെടുത്ത്, കല്യാണി ആകുമ്പോൾ അവൾ വേഗം കഴിക്കും. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ പറയും ഇച്ചിരി കഴിക്കുമ്പോഴത്തേക്ക് വയറുവേദനയാവുന്നുണ്ട്, എനിക്ക് ഛർദ്ദിക്കാൻ മറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുതിയ ട്രിക്കുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ അത് എവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. അപ്പം ഉണ്ണിച്ചൻ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ഇനി നമ്മൾ മെല്ലെ ഇറങ്ങട്ടെ, സമയമില്ല. അല്ലും തുമ്പി വരുന്നില്ല കേട്ടോ, അവരിവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെ മുഖമൊക്കെ എങ്ങനെയാവുന്ന എന്താ പറയുക, ഓരോ കൊണ്ടുപോകുമെന്നുള്ള പേടിയുണ്ടല്ലായിരുന്നു, ഞങ്ങൾ ഇറങ്ങുന്നതുകൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ ടാറ്റ പറഞ്ഞിട്ടൊന്നും അവർക്കൊരു കുലുക്കും ഇല്ല ഗൈസ്.
ഗൈസ്. അങ്ങനെ അമ്മച്ചനടുത്ത് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു. ഇനി നമ്മൾ പോട്ടെ, വീട്ടിൽ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. ഇന്നത്തെ വളകാപ്പിൻ്റെ സമയമൊക്കെ ഒരു സ്ഥലത്ത് നമ്മൾ മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കാൻ ഒന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം എല്ലാം പോയി കിടക്കണം, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം. അശ്വിനീനെ ഞാൻ വീട്ടിലേക്ക് വിടില്ല, ഓളെ വീട്ടിലേക്ക് വിടില്ല അത് ഓക്കെ, എൻ്റെ കൂടെ നിർത്തണം. ഞാനും ഓളും കൂടെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും വയ്യാച്ചാൽ ഞാൻ ഭയങ്കര സൈഡായിരുന്നു. എനിക്ക് കുറേ പേര് മെസ്സേജും ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് കുറേ പേര് നമ്മളോട് വ്ളോഗ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മെസ്സേജ് ഇടുകയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പമ്പിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്കാണ് പോണത്. എന്തായാലും പറയാണ്ടിരിക്കാൻ വയ്യ, നിങ്ങളെല്ലാവരും കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും ഒന്നും കമൻസ് വായിക്കാനും റിപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഞാൻ കണ്ട കമൻസ് വെച്ചിട്ടും പിന്നെ കണ്ട ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടും ഞാൻ സത്യമായിട്ടും എങ്ങനെയാണ് നിങ്ങളടുത്ത് എനിക്ക് താങ്ക്സ് പറയേണ്ട അറിയില്ല. അത്രയും സന്തോഷത്തിലാണ് നിങ്ങൾ തരുന്ന സ്നേഹത്തിന്. ഞാനിതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറി കേട്ടോ. വൈശാഖനും അശ്വിനിയും കൂടെ ഓളെ വീട്ടിലേക്ക് പോവാണ്. ഒന്ന് പെർമിഷൻ വാങ്ങണം, അതിൻ്റെ കൂട്ടത്തൊക്കെ ഏതോ ഗുളിക എടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണേ. അങ്ങനെ അവർ തിരിച്ച് അപ്പം തന്നെ വരികയും ചെയ്തു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതിപ്പോൾ പ്രഗ്നൻസി പില്ലോ എന്നെക്കാൾ ഉപയോഗിക്കൽ വൈശാഖനാണ്. വൈശാഖൻ അതിൽ കിടക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് അത്രേ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് എൻ്റെ പ്രഗ്നൻസി പില്ലോ തായോ, എടി നീ അപ്പുറത്ത് കിടക്കുക, കുറച്ചേരം ഞാൻ ഇതിൽ കിടക്കട്ടെ എന്ന് കേട്ടോ. എന്നെ നോക്കാൻ വന്ന മനുഷ്യനാ, കണ്ടില്ലേ കിടത്തം, എന്ത് സുഖം, ആഹാ സുഖിച്ചവിടെ കിടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ രാത്രി ശുഭരാത്രി ആവാൻ ചാൻസ് ഇല്ല. അജാതി അവസ്ഥയിലായിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം വരും. എനിക്ക് ഈ ഉറക്കം എന്ന് പറഞ്ഞ സാധനം സാധാരണ വരാറില്ല. പക്ഷേ ഇന്നത്തെ ക്ഷീണം കൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഭയങ്കര ഉറക്കം വരിക. ഞാൻ എന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 വട്ടം ഫോണിൻ്റെ മോന്തേമിൽ വന്ന് വീടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ വക വെച്ചില്ല. കുറച്ചൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു. ഒരു 1-2 ഷോർട്സ് ഞാനും 2-3 ഷോർട്സ് അശ്വിനിയും ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കിടന്നത്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ കണ്ടോ വേഗം വൈശാഖൻ തലയാണ് വെച്ച് മറക്കേടി പ്രഗ്നൻസി പില്ലോ കാണിക്കലടി എല്ലാവരും എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും ആ ഗർഭരണി അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങട്ടെ, നമുക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പം എഡിറ്റ് ചെയ്യേണ്ട പരിപാടിയൊക്കെ പോയി നോക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബേബി, സീ യു, ബൈ.